യഹോവ തന്നതല്ലാതെ, ദൈവം തന്റെ കരുണ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകളല്ലാതെ നമുക്ക് പുകഴുവാനായിട്ട് ഒന്നും തന്നെയില്ല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് പാൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കും. ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗം യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായമാണ്. ഈ യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം എന്ന് പറയുന്നത് ബാബിലോണിനെ കുറിച്ചുള്ള യഹോവയുടെ ഒരു പ്രവചനം, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ ഒരു അരുളപ്പാടാണ് യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം എന്ന് പറയുന്നത്. ഇതിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബാബിലോണിനെതിരെയുള്ള യഹോവയുടെ ഭാരത്തെയാണ്. 6 മുതൽ 13 വരെ കർത്താവിന്റെ ദിവസത്തെ കുറിച്ച് പറയുന്നു. 14 മുതൽ 22 വരെ ബാബിലോണിന്റെ പതനത്തെ കുറിച്ച് പറയുന്നു. ബാബിലോൺ സാമ്രാജ്യം എന്തായിരുന്നു? ബാബിലോൺ എന്ന് പറയുന്നത് പ്രതാപത്തിനും ശക്തിക്കും പേര് കേട്ട ഒരു സാമ്രാജ്യമായിരുന്നു. ബാബിലോണിനെതിരായ ഒരു പ്രവചനത്തോടെയാണ് ഈ യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ. ഈ ബാബിലോൺ സാമ്രാജ്യം എന്ന് പറയുന്നത് അത്രയും പ്രൗഢഗംഭീരമായി ഉയർന്നു നിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു. എന്നാൽ അതിന്റെ അഹങ്കാരത്തിന്റെ, പ്രതാപത്തിന്റെയും അതിന്റെ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ആ സാമ്രാജ്യത്തെ ദൈവം ന്യായം വിധിക്കുന്നതാണ് 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതോടുകൂടെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പതനം അവിടെ ആരംഭിക്കുകയായി. ഈ ന്യായം വിധിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച്, ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചും 13-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയും: അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. ന്യായം വിധിക്കുന്ന ഒരു ദിവസത്തിൽ ദൈവത്തിന്റെ കോപത്തിന്റെ മുന്നിൽ നിൽക്കുവാൻ ആർക്ക് കഴിയും? ബാബിലോൺ സാമ്രാജ്യത്തെ പോലും ഇളക്കി മറിച്ച ദൈവം, പൊടിയായിരിക്കുന്ന, കൃമിയായിരിക്കുന്ന നാം എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്? അങ്ങനെ അത്രയും വലിയൊരു സാമ്രാജ്യത്തെ പതനത്തിലേക്ക് കൊണ്ടുവരാൻ യഹോവയായ ദൈവത്തിന് കഴിയുമെങ്കിൽ നമ്മൾ എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്? നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഞാൻ എന്ന ഭാവം, എനിക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഭാവത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്? ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അഹങ്കാരമാണ്, ഞാൻ എന്നുള്ള ഭാവമാണ്. നിഗളികളെ അവൻ വെറുക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല. യോബ് പറയുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്തുകൊണ്ടാണ് യോബ് അപ്രകാരം യഹോവയെ കുറിച്ച് പറയുന്നത്? യഹോവ തന്നതല്ലാതെ ഒന്നും യോബിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. മക്കൾ, സമ്പത്ത് എല്ലാം യഹോവയുടെ ദാനമായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾക്കും. യഹോവ തന്നതല്ലാതെ, ദൈവം തന്റെ കരുണ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകളല്ലാതെ നമുക്ക് പുകഴുവാനായിട്ട് ഒന്നും തന്നെയില്ല. എന്നിട്ടും നമ്മൾ അഹങ്കരിക്കുന്നുണ്ടോ? എന്നിട്ടും ഞാൻ എന്നുള്ള ഭാവം വരുന്നുണ്ടോ? എന്നിട്ടും നമ്മൾ പ്രതാപത്തോട് പ്രൗഢഗംഭീരമായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? എങ്കിൽ സൂക്ഷിക്കണം. ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധി താഴ്മ ധരിക്കണം. ദൈവത്തിന്റെ സന്നിധി താഴ്മയോടുകൂടെ സമീപിക്കണം. ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കണം. അങ്ങനെയുള്ളവരെ ന്യായവിധി ദിവസത്തിൽ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കുകയുള്ളൂ. താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കണം. ഞാനടക്കം, നാം അടക്കം, നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ ദൈവം തന്നതല്ലാതെ ഒന്നുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം. ദൈവമാണ് നമുക്കെല്ലാം എന്ന് മനസ്സിലാക്കി ജീവിക്കണം. ഇല്ലെങ്കിൽ ബാബിലോൺ വന്ന പോലത്തെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും വരും. കർത്താവിന്റെ ആ ദിവസത്തിൽ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കും. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യും. എന്നെയും നിങ്ങളെയും നമ്മളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് താഴ്ത്തിയൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്കൊന്ന് ഏറ്റുപറയാം. ഏറ്റുപറഞ്ഞതിനെയെല്ലാം ഉപേക്ഷിക്കാം. കർത്താവേ, തെറ്റിപ്പോയി, അഹങ്കാരം വന്നുപോയി, നന്ദികേട് വന്നുപോയി, ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലായിക്കൊണ്ട് ആ ന്യായവിധി ദിവസത്തിൽ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കേണ്ടതിന്, ദൈവം ചോദ്യം ചോദിക്കുന്ന ദിവസം നമ്മുടെ കരം ബലപ്പെട്ടിരിക്കേണ്ടതിന് ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തുടർന്ന് ദൈവസന്നിധി താഴ്മയോടെ ആയിരിക്കാൻ നിങ്ങളെ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ടും എന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടും എന്റെ വാക്കടിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി